നമസ്കാരം. നിങ്ങൾ ഈ പറഞ്ഞ മകനെ പോലെ കാണുന്ന വേടനെ, കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന വേടനെ ഈ പഞ്ചാര മണിലേക്ക്, ഈ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. വേടൻ ചിലത് പറയുന്നുണ്ട്, വേടൻ ചിലത് പാടുന്നുണ്ട്. തീച്ചൂളയിൽ നിന്നുമുണ്ടായ ജീവിതാനുഭവത്തിന്റെ ചില സ്ഫുരണങ്ങളാണ് എല്ലാ മനുഷ്യനെയും കുറിച്ച്, മണ്ണിന്റെ മക്കളെ കുറിച്ച്, കാടിന്റെ മക്കളെ കുറിച്ച്, കടലിന്റെ മക്കളെ കുറിച്ച്, ചെത്തു തൊഴിലാളികളായ മനുഷ്യരെ കുറിച്ച്, പാടത്ത് പണിയെടുക്കുന്ന അമ്മമാരെ കുറിച്ച്, ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങ് ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്കാണ് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ പിന്തുണ എന്ന കാര്യം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു. ഒറ്റക്കിരുന്നു കൊണ്ട് വഞ്ചി തുഴയുന്ന ഒരു ചിത്രമാണ് മരത്തിൽ കൊത്തിവെച്ച് വേടന് ഷാഫി പറമ്പിൽ നൽകാൻ പോകുന്നത്. തുഴ വേടന്റെ കയ്യിലാണെങ്കിലും വേടൻ, ആ തുഴയിൽ വേടൻ മാത്രമല്ല കൈവച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മലയാളിയുടെ മനസ്സ് വേടന്റെ കൂടെയുണ്ട്. വേടന്റെ കൂടെ മനസ്സുള്ളവരെല്ലാം ഒന്നിച്ച് കൈപൊക്കുക, എല്ലാ കൈകളും ഉയർത്തുക. വേടന്റെ കൂടെ മനസ്സുള്ളവരാണ് നമ്മളെന്ന് ഈ കടലമ്മയെ സാക്ഷി നിർത്തി, ഈ കടൽക്കാറ്റിനെ സാക്ഷി നിർത്തി മുഷ്ടി ചുരുട്ടി നമ്മൾ പറയുന്നു, കൂടെയുണ്ട്, കൂടെയുണ്ട്, കൂടെയുണ്ട്. എന്തൊക്കെയായിരുന്നല്ലേ മിസ്റ്റർ ടി.എൻ. പ്രതാപൻ. എന്നിട്ട് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെയുണ്ട്? രാമനെയും രാമായണത്തിനെയൊക്കെ കുറ്റം പറഞ്ഞു കിടന്ന വേടൻ ഒരു രാമായണ മാസക്കാലം മുഴുവൻ ഒളിവിലായിരുന്നു. എന്താല്ലേ വിധിയുടെ ഒരു വിളയാട്ടം. ഈ ടി.എൻ. പ്രതാപൻ, അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ, പിന്നെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ, ഇവരൊക്കെ ഈ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത് അയാളുടെ ഉള്ളിലെ കല കണ്ടിട്ടാണ് എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ കലാകാരനെ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ, നന്മയെ, ഇതൊക്കെ കണ്ടിട്ടാണ് അവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയും പുരസ്കാരങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. ഇതെല്ലാം സംഘപരിവാറിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട്, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് കിരൺദാസ് മുരളി എന്ന ഈ വേടനെ അവർ പൊക്കിക്കൊണ്ട് നടന്നത്. അവർ ഈ പുരസ്കാരങ്ങളൊക്കെ നൽകുന്ന സമയത്തൊക്കെ അവർക്ക് നന്നായിട്ടറിയാം ഇവനാൾ ശരിയല്ല എന്നും ഇവർ ചില മോശം വശങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പേർത്തും കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവരിത്രയേറെ വെളിവാക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അതൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു വെച്ചുകൊണ്ട് അവനെ ആഘോഷിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. എല്ലാം ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംഘപരിവാറിനെതിരെയുള്ള ആയുധമായിട്ട്, ടൂളായിട്ട് കൊണ്ടു നടന്നു. ഇത്ര പെട്ടെന്ന് അടപടലം പൊട്ടി താഴെ വീഴും എന്ന് ആരും കരുതിയില്ല. ആദ്യം ഒരു പെണ്ണാണ് പരാതി കൊടുത്തതെങ്കിൽ ഇപ്പോൾ 2 സ്ത്രീകൾ കൂടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇനി ആര് വിചാരിച്ചാലും വേടൻ എന്ന് പറഞ്ഞ ഈ പാട്ട് പറയുന്ന വ്യക്തിയെ ആര് വിചാരിച്ചാലും സംരക്ഷിച്ച് നിർത്താൻ പറ്റില്ല. ഒരിക്കൽ നിയമത്തിൻ്റെ മുന്നിൽ വരിക തന്നെ വേണം. ഇനി അവൻ്റെ ജാതിയോ നിറമോ ഇതെല്ലാം വെച്ചിട്ട് പ്രതിരോധിക്കാൻ നോക്കിയാലും നടക്കാത്ത കാര്യമാണ്. കാരണം അത്രയേറെ അയാൾ ഇന്ന് കേരള സമൂഹത്തിൽ വെളിപ്പെട്ടു പോയി. ഇനി അയാൾക്ക് രക്ഷയില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് അയാളിങ്ങനെ ഉയർന്നു വന്നു. ഇവരെല്ലാം ആഘോഷിച്ച് കൊണ്ടു നടന്നു. എന്തൊക്കെ പാട്ടുകളായിരുന്നു അയാളെപ്പറ്റി. അയാളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കൈപൊക്കിക്കുന്നുണ്ടോ ആൾ? എത്ര പേര് കൈപൊക്കിയാൽ നോക്കുക. ഇപ്പോഴും ഒരുത്തം പോലും കാണില്ല, ഒരുത്തി പോലും കാണില്ല. കുറേ പേര് അവൻ്റെ ഔദാര്യം പറ്റിയവരോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടോ ഒക്കെ ഒളിവിൽ താമസിപ്പിക്കാനും കേസ് നടത്താനും ഒക്കെ കുറേ കാലം കൂടെ കാണും. അവൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് കണ്ടെത്തുന്ന സമയം വരെ, അല്ലെങ്കിൽ ഒന്നുമില്ലാതാവുന്ന കാലം വരെ. അത് കഴിയുമ്പോൾ കരിമ്പിൻ ചണ്ടി പോലെ എവിടെങ്കിലും വലിച്ചെറിഞ്ഞ് കളയും. ഇവർക്കെല്ലാം രാഷ്ട്രീയമാണ്. അതൊരു വ്യക്തിയുടെ കലയാവട്ടെ, അയാൾ പറയുന്ന കാര്യങ്ങളാവട്ടെ, ഇതൊന്നും അതിൻ്റെ മെറിറ്റ് വെച്ചല്ല ഇവർ ആഘോഷിക്കുന്നത്. എതിരാളിയെ അത് വെച്ചിട്ട് അടിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് അതിലെ മാനദണ്ഡം. ടി.എൻ. പ്രതാപ, നിങ്ങളൊക്കെ കാപട്യക്കാരാണ് എന്ന് വെളിവാവാൻ ഒരുപാട് ഉദാഹരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല.